അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് 1 2 3 4 5 കളറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്ത സെയിം പാറ്റേൺ തന്നെ സെക്കൻഡ് റോ ചെയ്ത സെയിം പാറ്റേൺ തന്നെ തേർഡ് ബോളും ചെയ്യുക, ഫോർത്ത് ബോളും ചെയ്യുക, ഫിഫ്ത്ത് ബോളും ചെയ്യുക. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് 7 റൗണ്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് 7 റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഡിക്രീസിങ് സ്റ്റേജാണ് ചെയ്യുന്നത്. 1 2 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ ഈ റൗണ്ടിൽ ഈ ഒരു ബോൾ നമ്മൾ എൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. 3 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്യുക. 1 2 3 ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫിഫ്ത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 1 2 3 ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫിഫ്ത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പം ഇത് എത്ര വലിപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് വലിപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതുപോലെ ഈ ബോളിൻ്റെ നമ്മളൊരു മീഡിയം സൈസ് ബോളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിലും വലിയ സൈസ് വേണമെങ്കിൽ നമ്മൾ ഈ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്യുക, 5 സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് അങ്ങനെ ഇൻക്രീസിങ് ചെയ്ത് കൊടുത്താൽ നമുക്കതിങ്ങനെ വലുതായി കിട്ടും കേട്ടോ. ഇൻക്രീസിങ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ ഇൻക്രീസിങ് ചെയ്യാം. തേർഡ് ചെയിനിൽ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തത്. ഇനി നമുക്ക് ഇനിയും വലിപ്പം വേണമെങ്കിൽ അടുത്ത റൗണ്ടിൽ 4 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഇൻക്രീസിങ് ചെയ്യുക. പിന്നെ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഇൻക്രീസിങ് ചെയ്യുക. 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഇൻക്രീസിങ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വലിപ്പം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ഒരു 8 9 റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ 7 റൗണ്ടാണ് ചെയ്തത്, ചെറിയ ഇതായതുകൊണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെ നമ്മൾ ഇൻക്രീസിങ് എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിക്രീസിങ്ങും ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 3 ഇൻക്രീസിങ് ആയതുകൊണ്ട് ഡിക്രീസിങ് സ്റ്റാർട്ടിങ്ങിൽ ഡിക്രീസിങ് വരുന്നത് 3 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ 6 ഇൻക്രീസിങ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിക്രീസിങ് സ്റ്റാർട്ടിങ് വരിക 6 ഡിക്രീസിങ് ആണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ചെയ്തു. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, 2 സിംഗിൾ ക്രോഷ്യ ചെയ്തു. മൂന്നാമത്തെ ചെയിനിലെ ഫ്രണ്ട് ലൂപ്പും നാലാമത്തെ ചെയിനിലെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും നാലാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ 6 ടൈംസ് ചെയ്യാനുണ്ടാവും. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ 6 പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആയി കിട്ടും. 1 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്, 1 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. 1 2 ഒരു ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ നമ്മളെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ചെറുതായി വരുന്നത് കാണാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അത് നമ്മൾ അടുത്ത റൗണ്ടാണ്. ഇനി നമുക്ക് 1 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ്. അതിൻ്റെ മുന്നായിട്ട് നമുക്കൊന്ന് ഈ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് കുറച്ച് ഫൈബർ ഫീൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ ചെറുത് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസിൽ എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ചും കൂടി നമ്മളൊരു 5 റോ ചെയ്യുകയാണെങ്കിൽ 5 സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് എന്നുള്ള ആ ഒരു പാറ്റേൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. ഇത് നമ്മളിപ്പം അത്ര റൗണ്ട് കിട്ടിയിട്ടില്ല. നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ വരെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ റൗണ്ട് കിട്ടാതായത്.
ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി ഒരു ഡിക്രീസിങ് ചെയ്യാം. ഇനി ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി ഒരു ഡിക്രീസിങ് ചെയ്യാം. സെക്കൻഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. സെക്കൻഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റത്തെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. 2 സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. ആ 2 സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമ്മൾ ഇതിൽ എല്ലാ ചെയിനിലും ഓരോ ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഈ അടുത്ത 2 ചെയിനിനെ നമുക്ക് 2 ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. എന്നിട്ട് നമുക്കതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ 6 ഡിക്രീസിങ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവും. നമ്മൾ 1 ചെയ്തു. അടുത്ത ഫസ്റ്റ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ഫസ്റ്റ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫൈബർ ഫിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നെക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഫ്രണ്ട് ലൂപ്പ് ഈ റൗണ്ടിൽ മുഴുവൻ നമ്മൾ ഫ്രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾ ഇങ്ങനെ ഇത്ര ആയി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിലും നമുക്ക് ഫൈബർ ഫില്ല് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് 1 2 3 3 ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. ആണ് കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ വരുന്ന യാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാം. അപ്പോൾ ഇതിവിടെ ജോയിൻ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാറ്റർപില്ലറിൻ്റെ ബോഡി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ലെഗ് അതിൻ്റെ കാലുകൾ ചെയ്തെടുക്കാം. 2 കാലുകളാണ് ഓരോന്നിലും ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളറിലും നമുക്ക് 2 വീതം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോക്ക് 2 കാല് വെച്ച് കൊടുക്കണം. അതുപോലെ റെഡിന് 2 കാല്, പിങ്കിന് 2 കാല്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലൂവിൻ്റെ കാല് ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6. ഞാനിവിടെ ഈ ഒരു സെൻറ്ററിൽ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഈ ടൈലൻഡ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് കാണുന്ന ആ ഒരു ചെയിന് പോലെ കാണുന്ന അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം.
നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെക്കൻഡ് വണ്ണിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ സെക്കൻഡ് ചെയിനിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി തേർഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഫോർത്ത് ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യാം. ഫിഫ്ത്ത് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി സിക്സ്ത് ചെയിനിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ 9 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. എനിക്കിവിടെ 9 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത്, അടുത്ത തേർഡ് റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 നമ്മൾ ഓൾറെഡി ചെയ്തു. സെക്കൻഡ് വണ്ണിൽ 1 ചെയ്യുക. തേർഡ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തേർഡ് വണ്ണിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 2 എണ്ണത്തിലും 1 1 ചെയ്യുക. അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി തേർഡ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 2 എണ്ണത്തിലും 1 1 ചെയ്യുക. അടുത്ത ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിൽ നമുക്ക് ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ തേർഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക. ഈ ചെയിൻ വരുന്ന ഭാഗം കൗണ്ട് ചെയ്തിട്ട് 12 സ്റ്റിച്ച് കിട്ടിക്കണോ നോക്കുക. അതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി നമ്മൾ ഫോർത്ത് റൗണ്ട്, ഇനി വരുന്ന 3 റൗണ്ടിലും നമ്മൾ ഇൻക്രീസിങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി നമ്മൾ സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അടുത്ത റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അവിടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 റൗണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി അടുത്ത റൗണ്ടും നമ്മൾ ഈ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10
11 12. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെ ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത റൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഡിക്രീസിങ് ആണ്. 3 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ചെയ്യുക. 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി 4ാമത്തെ സ്റ്റിച്ചിലും 5ാമത്തെ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 5ാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാനില്ല കേട്ടോ, 2 സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ ഒന്ന് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് മാർക്കറിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, വീണ്ടും അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ആണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മളിനി എല്ലാ ചെയിനിലും ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഈ 2 ചെയിനിനെ ഒരു ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്തു. ഇനി അടുത്തതിന് 2 ചെയിനിനെ ഒരു ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും നമുക്ക് 2 ചെയിനിനെ ഒരു ചെയിനായിട്ട് ഡിക്രീസിങ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഇങ്ങനെ കാണും, ഇവിടെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. ശേഷം യാണ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലെഗ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡാക്കി കൊടുക്കാം. ഹൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്രയാണോ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ 5 പീസാണ് ചെയ്തിട്ടുള്ളത്. 5 പീസിന് 2 വെച്ച് 10 ഇങ്ങനെ കാലുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിങ്ങനെ വെച്ചിട്ട് ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഗം കൊണ്ട് ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്കതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 4 ബോളിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ 2 ഭാഗത്താക്കിയിട്ട് ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ 2 കളറ് നമ്മൾ ലെഗ്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സെയിം കളർ യാണ് തന്നെ, ഏത് കളർ യാണാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ കളർ യാണ് തന്നെ സൂചിയിലും കോർത്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ യാണ് ഇങ്ങനെ നമ്മൾ തുന്നി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മൾ സാധാരണ ഇങ്ങനെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുത്താൽ മതി.
നമുക്ക് യാൺ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു തൂങ്ങി നിൽക്കുന്ന യാൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഹുക്കിട്ടിട്ട് ആ യാണൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു വൃത്തിയിലുണ്ടാവും. അല്ലെങ്കിൽ അതിങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ നമ്മളിത് ലെഗ്സൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഇതിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹെഡ് പോർഷൻ ചെയ്തെടുക്കാം. ഞാൻ 2 കളറിലാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിൻ്റെ കൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനാണ്. ലാസ്റ്റ് ചെയിനിൽ 1 സെയിം തന്നെ 2 സെയിം സ്റ്റിച്ച് തന്നെ 3. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ വർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആയിട്ട് വരും. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലും നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു നമുക്ക് ടൈലറിൻ്റെ അടുത്താണ് അത് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ആ ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കറുള്ള ആ ഒരു ഇതിൽ വീണ്ടും നമുക്ക് അതിൽ നമ്മൾ 2 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ചെയിനിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ചെയിനിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. ഇനി നമുക്ക് ആ സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച ആ സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ ചെയിനിൽ നമുക്ക് 2 സ്റ്റിച്ച് ഉണ്ടാവും. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെയിം തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ചെയിനിലും 2 വീതം ചെയ്ത് 4 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തു. ഇനി അടുത്തതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ അടുത്ത 3 ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ 3 എണ്ണത്തിലും 2 വീതം ചെയ്ത് കൊടുക്കുക. 3 ചെയിനിനെ നമുക്ക് 6 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുക. ഫസ്റ്റ് ചെയിനിൽ ഞാൻ 2 ചെയ്തു. സെക്കൻഡ് ചെയിനിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തേർഡ് ചെയിനിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ചെയിനിനെ 2 വീതം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ബാലൻസ് 2 ചെയിൻ ഉണ്ട്. ആ 2 ചെയിനിലും നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. ഒന്ന് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യുക. ഇനി അടുത്ത ലാസ്റ്റ് ചെയിനിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ 2 വീതം ചെയ്ത് നമ്മൾ ഇൻക്രീസിങ് ചെയ്തു. 2 സ്റ്റിച്ചിനെ 4 ആക്കിയിട്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എടുത്ത ആ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി തേർഡ് ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ ഒന്നുകൂടി ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ നമുക്ക്
ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. ഇനി അടുത്തതിൽ നമുക്ക് 1 ചെയ്യുക. ഇനി അടുത്തതിൽ നമുക്ക് 2 ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യാം. ഇനി നാലാമത്തെ സ്റ്റിച്ചിൽ 1 ചെയ്യാം. ഇനി അഞ്ചാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ആറാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഇവിടെ ലാസ്റ്റ് 2 സ്റ്റിച്ച് വരുന്ന അതുവരെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഒന്ന് ചെയ്തു. അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്തതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 സെയിം സ്പേസിൽ തന്നെ 2 എണ്ണം ഒന്നുകൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ 2 എണ്ണമായി 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു റൗണ്ടിൽ ചെയ്യുന്നത്. ലാസ്റ്റിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സെയിം സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിംഗ് ആണ്. അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചാണ് നമ്മൾ ഈ റൗണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റാർട്ടിങ്ങിൽ 2 ചെയ്തു. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്യാം. പിന്നെ 1 അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെയ്തു. സെയിം തന്നെ ഒന്ന് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിലും നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്തതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്തതിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 1 2 എന്നുള്ള പാറ്റേൺ ആണ്, അല്ലെങ്കിൽ 2 1 1 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. 1 1 ചെയ്യുക. പിന്നെ മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. പിന്നെ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം ഇനിയുള്ള റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള
5 ബോളും നമ്മളിങ്ങനെ റൗണ്ടിൽ മാജിക് സർക്കിൾ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹെഡിൻ്റെ ഭാഗം നമുക്ക് വേറൊരു മോഡലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഭാഗം നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് നമുക്ക് ഓരോ റൗണ്ടും എഴുതി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ബോളിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന യാണും ഹുക്കും ഡിഫറൻസ് ആവുന്നതിന് അനുസരിച്ചിട്ട് വലിയ സൈസാണെങ്കിൽ നമ്മളിപ്പോൾ 4 പ്ലേ ആണ് എടുത്തത്. നിങ്ങൾക്ക് വലിയ സൈസിൽ വേണമെങ്കിൽ 8 പ്ലേ ആണ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ കാറ്റർപില്ലർ കിട്ടും. അതല്ല സ്മോൾ സൈസ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്ലേ ആണ് 3 പ്ലേ ആണൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഹുക്ക് സെറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിപ്പം നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇതാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റ് കുറയ്ക്കൊന്നും ചെയ്യണ്ട. സെയിം പാറ്റേൺ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഹുക്കിൻ്റെ സൈസും യാണിൻ്റെ സൈസും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മറ്റേ ബോളൊക്കെ നമ്മൾ മാജിക് സർക്കിൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്തത്. ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തു, 5 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതിൽ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻ്റാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഫേസിൻ്റെ രൂപം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇങ്ങനെ ചെയ്തത്. ഇനി റൗണ്ട് ഷേപ്പിൽ അങ്ങനെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു കാറ്റർപില്ലറിൻ്റെ ഫേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് സെയിം ബോളൊക്കെ ഒരേപോലെ 5-6 ബോൾ ചെയ്തെടുത്താണ് ചെയ്തത്. എന്നിട്ട് അതിൽ നമ്മൾ ഐസൊക്കെ അറ്റാച്ച് ചെയ്തതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഫേസ് വേറൊരു ഇതിൽ തന്നെ 2 കളേഴ്സിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നോക്കുക. എല്ലാ സ്റ്റിച്ചസും കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി അതിൽ നമുക്ക് ഒരു ഹുക്ക് സ്റ്റിച്ച് മാർക്കറിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫേസ് 2 കളറിലാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കളർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സെയിം കളറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ യാണ് കട്ട് ചെയ്തതിന് ശേഷം വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഞാൻ മറ്റേ ഭാഗത്തേക്ക് ഏതെങ്കിലും ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. ഗ്രീൻ കളർ യാണ് ആഡ് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യാം. പിന്നെ നമുക്ക് ഇനിയുള്ള റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യുക, എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത ആ ബോളിലൊക്കെ ചെയ്ത പോലെ തന്നെ 7 റൗണ്ട് നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിലെ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് അത് അത്രയും സ്റ്റിച്ച് തന്നെ ഇനിയുള്ള ഇപ്പോൾ നമ്മൾ യെല്ലോ ചെയ്തു, ഒരു റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്ന് വെച്ചിട്ട് നമുക്ക് ആ ക്രീം കളർ ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള കളറിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള റൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര സ്റ്റിച്ച് കിട്ടി ഈ റൗണ്ടിൽ നമുക്കിപ്പോൾ എത്ര സ്റ്റിച്ച് കിട്ടിയെന്ന് നോക്കുക. അത്രയും സ്റ്റിച്ച് തന്നെ ഇനി അടുത്ത റൗണ്ടിലൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ടിൽ നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്ത റൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, അല്ല സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. 7-8 റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ കിട്ടിയ അത്രയും നമ്പേഴ്സ് ഇനിയുള്ള റൗണ്ടിലൊക്കെ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ 6 റൗണ്ട് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഒരു റൗണ്ട് നമ്മൾ ഈ ഒരു ക്രീം കളർ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഡിക്രീസിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ഐസൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 കണ്ണുകൾ എടുത്തിട്ടുണ്ട്. ഇനി അത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ കണ്ണില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് യാണ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ണുകളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കാം എന്നുള്ള ഒരു സൈറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം നമ്മളിങ്ങനെ മൂന്നാമത്തെ
ഇത് കൗണ്ട് ചെയ്തിട്ട് അതിലാണ് ഞാൻ അയച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തിട്ട് എവിടെയാണോ അങ്ങനെ കണ്ണ് വെച്ച് നോക്കുക, കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നോക്കുക. ഞാനിപ്പം 3rd റൗണ്ടിൻ്റെ ഒരു ഭാഗത്താക്കിയിട്ടാണ് കണ്ണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കിലുള്ള ആ ടോപ്പൊന്ന് നല്ല ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ ബേബീസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് പിന്നെ ബുദ്ധിമുട്ടാവരുത്, അതിൽ ഊരി പോവരുത്. ചിലപ്പം ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഊരിപ്പോയി അവരെ വായിൽ കുടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ നല്ല ടൈറ്റിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ടൈറ്റിൽ ഇട്ട് കൊടുത്താൽ പിന്നെ അത് അങ്ങോട്ട് ഊരിയാൽ കിട്ടൂല. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കറക്റ്റ് പൊസിഷൻ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു ടോപ്പ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ അത് ഊരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിവിടെ കണ്ണിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക്, അല്ലെങ്കിൽ പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിക്രീസിങ് സ്റ്റേജാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്മൈൽ, അതിൻ്റെ ഒരു ലിപ്സ് ചെയ്ത് കൊടുക്കാം. ലിപ്സ് ഞാൻ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആയിട്ട് ഞാൻ നീഡിൽ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്, കയ്യിലിങ്ങനെ എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് കളറോ ഏത് കളർ വേണമെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഫേസ് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഇതിൽ നോക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു 4 സ്റ്റിച്ച് 5 സ്റ്റിച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അടുത്ത ഭാഗത്തേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ആ യാണ് ഒന്ന് കൂട്ടി കെട്ടി കൊടുത്താൽ മതി. ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ലിപ്സും അതുപോലെ കണ്ണുകളും ഒക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളറ് ഏത് കളറാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 3 സിംഗിൾ ക്രോഷേ 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 3 സിംഗിൾ ക്രോഷേ 1 2 3 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അപ്പോൾ ഇത് ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു സ്മൈലി പോലത്തെ 2 ബ്ലഷ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ആ ബ്ലഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ പിങ്ക് കളർ ഞാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് വൺ ചെയ്യാം. ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഈ ടൈലൻ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക.
ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബ്ലഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ മാജിക് സർക്കിളിൽ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, ആണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു യാണിനെ ഹൈഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്കും അതുപോലെ തന്നെ താഴത്തേക്ക് കൊടുക്കുക. അപ്പോൾ അത് ബാക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു യാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇത് വെച്ചതുപോലെ ഈ ഒരു ബ്ലഷ് വെച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് ടൈലൻ്റ് നമ്മൾ അധികം എടുത്തതുകൊണ്ട് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട, ആ ഒരു ടൈലൻ്റ് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു കറക്റ്റ് സൈസ് നോക്കിയിട്ട് എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു ഭാഗം നോക്കിയിട്ട് നമുക്ക് ഈ യാണിങ്ങനെ ഈ 2 യാണും ഇങ്ങനെ താഴത്തേക്ക് ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് അങ്ങനെ ബാക്ക് സൈഡിലേക്ക് 2 യാണും എടുത്ത് കൊടുക്കുക. ഒരു സ്റ്റിച്ചിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അടുത്ത യാണും എടുക്കുക. ആദ്യം ഒരു യാണ് എടുക്കുക, എന്നിട്ട് ഒരു സ്റ്റിച്ച് വിട്ടിട്ട് പുറം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ 2 യാണും എടുക്കുക. എന്നിട്ട് ഒന്നിച്ച് ഈ 2 യാണും ഒന്നിച്ച് നല്ല ടൈറ്റിൽ കെട്ടി കൊടുക്കുക. അപ്പോൾ അതവിടെ നിന്നോളും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബ്ലഷ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഈ ഒരു ബോൾ ഹെഡിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 3 സംഗതികളും കണ്ണ് അറ്റാച്ച് ചെയ്യുക, ലിപ്പ് വെക്കുക, അതുപോലെ ബ്ലഷ് വെച്ച് കൊടുക്കുക, ആ എല്ലാ സംഗതികളും നമുക്ക് ചെയ്യാം. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ബാക്ക് സൈഡിലേക്ക് കെട്ടിക്കൊടുത്തൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ 2 കൊമ്പുകളാണ്. അപ്പോൾ നമുക്ക് കൊമ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് ബ്ലാക്ക് കളർ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ യാണ് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഓരോ തീമിനനുസരിച്ചിട്ട് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് 1 2 3 4 5 6 ഞാനിവിടെ സെൻറ്ററിൽ 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമുക്കൊരു ടൈലൻ്റ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസ് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിനെ 2 എണ്ണം വീതം ചെയ്തിട്ട് നമ്മൾ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ 6 സ്റ്റിച്ചിലും നമ്മൾ 2 എണ്ണം വീതം ചെയ്യുക. അങ്ങനെ ഈ 2 എണ്ണം വീതം ചെയ്യുമ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. എല്ലാ റൗണ്ടും എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, 2 അടുത്തതിൽ 3 അടുത്ത സ്റ്റിച്ചിൽ 4 അടുത്ത സ്റ്റിച്ച് 5 6 7 8 9 10 11
12. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി ആ സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത റൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്തു. സെയിം സ്പേസിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി വീണ്ടും ഈ റൗണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 ഓൾറെഡി ചെയ്തു, സെക്കൻഡ് ചെയ്തു, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത റൗണ്ട് അങ്ങനെ 3 റൗണ്ടാണ് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുന്നത്. അടുത്ത റൗണ്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ 12 സ്റ്റിച്ച് ചെയ്തു. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിലും മൂന്നാമത്തെ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഡിക്രീസിങ് ചെയ്യുക. അത് ഫ്രണ്ട് ലൂപ്പ് ഒന്നും നോക്കണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിക്രീസിങ് ചെയ്ത് ചെറുതാക്കി എടുത്താൽ മതി. ഓരോ ചെയിനിലും ഒരു ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത 2 ചെയിനിന് ഒരു ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. കൗണ്ട് ചെയ്യൊന്നും വേണ്ട, അത് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം ഇങ്ങനെ ചെറുതായി വരുന്നതായിട്ട് കാണാൻ പറ്റും. മുകളിലത്തെ ഭാഗം ഒരു കൊമ്പ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഒരു ഡിക്രീസിങ് ചെയ്തു, 2 ഡിക്രീസിങ് ചെയ്തു, കുറച്ച് പിടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ സ്റ്റിച്ചസ് ചെറുതാക്കി കൊണ്ടുവരാണല്ലോ. അപ്പോൾ നമ്മളിവിടെ 3 ഡിക്രീസിങ് ആണ് ചെയ്തിട്ടുള്ളത്. 3 ചെയ്തു. പിന്നെ ഒരു ചെയിൻ 3 ഡിക്രീസിങ് ചെയ്യുക, 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, സോറി ചെയിൻ 1 അല്ല, 3 സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്താൽ മതി. 3 ഞാൻ ഓൾറെഡി ചെയ്തു. 4ാമത്തെ സിംഗിൾ ക്രോഷ്യ, അപ്പോൾ അങ്ങനെ നോക്കുക. നമുക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയിൻ 1 ചെയ്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോൺ പറയും, അതുപോലെ നമ്മൾ കൊമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതുപോലെ ഒന്നുകൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒന്നുകൂടി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ 2 കൊമ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ഭാഗത്തേക്കാക്കി ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഞാൻ സൂചി നൂലും വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മൾ ആ ഒരു ടൈലൻഡ് ഉണ്ടാവും, ആ ടൈലൻഡ് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് കറക്റ്റ് പൊസിഷനൊക്കെ കറക്റ്റ് ആണോ നോക്കുക. അതിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ 2 ഒരുമിച്ച് വെച്ചിട്ട് നോക്കണം, അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിന് ശേഷം നമുക്ക് സൂചി നൂല് കൊടുത്തിട്ട് അതൊന്നിങ്ങനെ തുന്നി കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് മുന്നിലോട്ടും ബാക്കോട്ടും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നിന്നോളും. അതിനുശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പൊസിഷനൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് പിന്നെ റിമൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ രണ്ടും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റാണോ എന്നൊക്കെ നോക്കുക. അതൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം കൂട്ടി കെട്ടി കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന യാൺസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 കൊമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏകദേശം ഫേസിൻ്റെ ഹെഡിൻ്റെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ഡിക്രീസിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഫേസ് നമുക്ക് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ സിസ് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സിസ് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ഓൾറെഡി ചെയ്തു, സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് വണ്ണിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. അപ്പം തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും ഫോർത്ത് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്കൊന്ന് ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അധികം ടൈറ്റും ആക്കണ്ട, അധികം ലൂസ് ആവും ചെയ്യരുത്. ആ ഫേസൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു ക്യൂട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിക്ക് നമുക്കിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഫൈബർ ഫില്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ അധികം ടൈറ്റ് ആവണ്ട. പിന്നെ അതിൽ വേണമെങ്കിൽ നമുക്ക് റാറ്റിലൊക്കെ റാറ്റിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒരു ക്യൂട്ടാണ്. പക്ഷേ നമ്മൾ കസ്റ്റമർ അതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ഫൈബർ ഫില്ല് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം ഫേസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കിയിട്ട് നമുക്കിങ്ങനെ ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അധികം നമ്മളിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ പോകും. ഇപ്പോൾ നല്ലൊരു കറക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സിസ് മാർക്കർ റിമൂവ് ചെയ്യാം. ഇത് വലിച്ചു കൊടുത്തയാണോ ഒന്ന് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കുക. വലിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഫൈബർ ഫിൽസ് ഒക്കെ ആകുമ്പോൾ ഈ ഒരു യാണ് ഊരി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് വലിച്ചു വെക്കുന്നത്. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് നമ്മളിനി ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഡിക്രീസിങ് ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു സിംഗിൾ ക്രോഷേ സിസ് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഡിക്രീസിങ് ആണ് ഫുൾ ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പ്, സെക്കൻഡ് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, സെക്കൻഡ് ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അതിന് ചുറ്റിലും നമുക്ക് ഡിക്രീസിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഭാഗം നമുക്ക് ക്ലോസ് ആയി വരുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സ്റ്റിച്ചസിനനുസരിച്ചിട്ട് നിങ്ങളിങ്ങനെ രണ്ട് റൗണ്ട് കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ എത്ര റൗണ്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇൻക്രീസിങ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിക്രീസിങ് ചെയ്യാനും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 2 or 3 റൗണ്ടൊക്കെ നിങ്ങൾക്ക് അധികം ആക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള നമ്മൾ ഒരു കാറ്റർപില്ലറിൻ്റെ ഹെഡ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി സിസ് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനിയും നമ്മളിങ്ങനെ ചുറ്റിലും ഡിക്രീസിങ് തന്നെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹോള് ക്ലോസ് ആവുന്നത് വരെ നമുക്കിങ്ങനെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കൗണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നമ്മൾ ഈ ഒരു ഹോള് ക്ലോസ് ആയി കിട്ടുന്നത് അത്രയും ആ ഒരു ഭാഗം എത്തുന്ന വരെ നമുക്കിങ്ങനെ ഡിക്രീസിങ് സ്റ്റിച്ച് ഫ്രണ്ട് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ചെയിൻ 1 ചെയ്യുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈബർ ഫിൽസ് വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കറക്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ ആ കണ്ണിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നല്ല ശരിയാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹെഡ് ഇവിടെ അടിപൊളിയായിട്ട് അറ്റാച്ചായി വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാറ്റർപില്ലർ ചിരിച്ചിട്ട് ബ്ലഷൊക്കെ ഇട്ടിട്ടുള്ളൊരു കാറ്റർപില്ലറാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തയാണ് ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഹുക്ക് ഉള്ളിൽ കൂടി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് തന്നെ ഒഴിവാക്കരുത്. കുറച്ച് അധികം ടൈലൻ്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരു ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ ക്യൂട്ടായിട്ടുള്ള കാറ്റർപില്ലർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഹെഡിനെ നമുക്കിതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് നോക്കുക, കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് സൂചി നൂലും വെച്ചിട്ട് തന്നെ നമുക്ക് തുന്നി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഏകദേശം ആ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മൾ ഒന്നിങ്ങനെ തല കുറച്ചൊരു ഹൈറ്റിൽ വെച്ചിട്ടാണ് തുന്നുന്നത്. അപ്പോൾ അതിങ്ങനെ പകുതിൻ്റെ മുകളിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അടുത്ത ഈ ഒരു യാണിൻ്റെ ഉണ്ടോ ഈ തല ഇങ്ങനെ കുറച്ചൊരു പൊക്കം കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പകുതിൻ്റെ മുകളിലായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഈ അടുത്ത യാണിലേക്ക് ഇങ്ങനെ ആക്കുക. ഞാൻ ഈ ഗ്രീൻ കളർ യാൺ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഹെഡിൻ്റെ കളർ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ സൂചിയിൽ. അതിന് ശേഷമാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റിൽ നിന്നോളും. അപ്പം കറക്റ്റ് നമ്മൾ ഒന്നിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഹെഡ് ചെയ്തെടുക്കാൻ. ഹെഡ് കുറച്ച് തല പൊന്തിയിട്ടാണല്ലോ നിൽക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങളിങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് നോക്കിയിട്ട് അതിന് ശേഷം ഇങ്ങനെ നമുക്കിങ്ങനെ ചുറ്റിലും തുന്നി കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ആ ബാലൻസ് വരുന്ന യാണ് രണ്ടും കൂടി ഒന്നിച്ച് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടും കൂടി കെട്ടി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന യാണ്, അധികം യാണുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന യാണ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീഡിലിട്ടിട്ട് ആ നീഡിലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചുറ്റിയിട്ട് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ നൂലൊക്കെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഊരി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാറ്റർപില്ലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഏത് കളർ വേണമെങ്കിലും കാറ്റർപില്ലറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.